ഇപ്പൊ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല, ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ 2 കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം. പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പുകാർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും. എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടുന്നില്ല. ഇപ്പൊ പോലീസില് പുതിയൊരു വിഭാഗം വന്നിരിക്കുക. ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നതുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിൽ. ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ DGP അജിത് കുമാർ. എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല. കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ. അതിന് 1 വർഷം മുമ്പ് RSSന്റെ ഉപകാര്യദർശി ഹൊസബോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ. സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ഇതെല്ലാം നേതൃത്വം നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി. കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണോ? ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം, മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശേരി ആരംഭിച്ചു. ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനെയും കൊണ്ടേ പോകും, കണ്ടകശേരി ആളെയും കൊണ്ടേ പോകുമെന്ന് പറയും.